ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സീരിയൽ കൊലപാതകിയുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിവരങ്ങളാണ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായും അത് കാണണമെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സീരിയൽ കൊലപാതകങ്ങളിൽ എല്ലാത്തിലും നാം കാണുന്നത് അവർക്ക് പ്രത്യേക അർത്ഥമോ പ്രചോദനമോ ഇല്ല എന്നതാണ്. എന്നിരുന്നാലും വാസ്തവത്തിൽ അവരുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും വളരെയധികം വൈവിധ്യമുണ്ട്. ഇത് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വരെ കാരണമാകുന്നു. ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സീരിയൽ കില്ലറിനോടുള്ള ഒരു ഏകദേശ ധാരണ പലപ്പോഴും ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മിക്ക സീരിയൽ കൊലപാതകികളും അവർ ചെയ്യുന്ന പാതകത്തിൽ നിന്ന് ഒരു വലിയ സംതൃപ്തി ലഭിക്കുന്നു. ആകസ്മികമായി കൊല്ലുന്നവരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. ഒന്നും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ, സീരിയൽ കില്ലർമാർക്ക് കൊലപാതകം വീണ്ടും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് അവർക്ക് പ്രത്യേകമായ ഒരു സംതൃപ്തി നൽകുന്നു. അതിനാൽ തന്നെ അവരെ അബദ്ധത്തിൽ കൊല്ലുന്നവരുമായി വേർതിരിക്കുന്നു. പല സീരിയൽ കില്ലറുകളും യഥാർത്ഥത്തിൽ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്. തുടർച്ചയായി കൊലപാതകം ചെയ്തില്ലെങ്കിൽ ജനമനസ്സുകളിലുള്ള സ്ഥാനം പോകുമോ എന്ന ഭയമാകണം. ഇത് ഒരുപക്ഷെ ബന്ധപ്പെട്ടിരിക്കുന്നത് ക്രൂരയായ ഒരമ്മയുടെ സാന്നിധ്യത്തെ ആയിരിക്കണം. കുപ്രസിദ്ധരായ സീരിയൽ കില്ലറിൽ ഉൾപ്പെടുന്നവരാണ് ഡേവിഡ് ബെർക്കോവിറ്റ്, ടെഡ് ബണ്ടി, ജോയൽ റിഫ്കിൻ എന്നിവർ. എന്നാൽ എഡ്മണ്ട് കെമ്പറിനെ പോലെയുള്ളവർ ഇവരുടെ ബാല്യകാലത്ത് അമ്മമാരിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നവരാണ്. ബന്ധങ്ങളിൽ സുരക്ഷിതമില്ല എന്ന് കാണുമ്പോഴാണ് ഇവർ ഇത് ഉപേക്ഷിക്കുന്നത്. തുടർച്ചയായ സുരക്ഷിതത്വമില്ലായ്മ മനസ്സിലാക്കുന്നതോടെ മനുഷ്യകുലത്തോടുള്ള ഒരു വെറുപ്പാണ് സീരിയൽ കില്ലർ എന്ന ആശയത്തിലേക്ക് തിരിയാൻ നിയോഫൈറ്റ് സീരിയൽ കില്ലർ പോലുള്ളവരെ പ്രേരിപ്പിച്ചത്. സീരിയൽ നരഹത്യയെക്കുറിച്ചുള്ള 2005 റിപ്പോർട്ടിൽ FBI വിശദീകരിച്ചതുപോലെ ഒരു സീരിയൽ കില്ലർ ദുർബലത, അഭികാമ്യം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇരകളെ തിരഞ്ഞെടുക്കുന്നത്. ഇരയെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇരയുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഇര ഉൾപ്പെട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇവയൊക്കെ കുറ്റവാളിക്ക് നല്ല ആക്സസ് ലഭിക്കാൻ കാരണമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സന്ധ്യാസമയത്ത് ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒരു വേട്ടക്കാരനിൽ പ്രലോഭനത്തിന് അടിപ്പെടാൻ സഹായിക്കാം. കുറ്റവാളിയോടുള്ള ഇരയുടെ ആകർഷണത്തിന് കാരണം ഇരയുടെ ഒരു അഭിലാഷത്തിൽ കുറ്റവാളിയുടെ പ്രചോദനവുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ ചില അവസരങ്ങളിൽ വംശം, ലിംഗഭേദം, പ്രായം അല്ലെങ്കിൽ സീരിയൽ കില്ലറിന് പ്രത്യേകമായി താല്പര്യമുള്ള മറ്റ് കാര്യങ്ങൾ എന്നിവ കാരണമാകാം. 2005 സീരിയൽ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ FBI-യും ക്രിമിനോളജി, ഫോറൻസിക് മനഃശാസ്ത്രം എന്നിവയിലെ മറ്റു വിദഗ്ധരും ചേർന്ന് സീരിയൽ കില്ലർമാരുടെ മോട്ടീവിനനുസരിച്ച് ആഴത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ചർച്ച നടത്തിയതിൽ നിന്നുണ്ടായ പ്രത്യേകമായ നിരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, സീരിയൽ കൊലപാതകങ്ങളുടെ അന്വേഷണത്തിൽ ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക ബുദ്ധിമുട്ടാണ്. രണ്ടാമതായി, ഒരു സീരിയൽ കൊലപാതകിക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഒന്നിലധികം ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. മൂന്നാമതായി, കൊലപാതകത്തിനുള്ളിലും കൊലപാതക പരമ്പരയിലുടനീളവും ഒരു സീരിയൽ കില്ലറിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ വികസിക്കും. നാലാമതായി, പ്രചോദനങ്ങളുടെ വർഗീകരണത്തെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിലെ നിരീക്ഷണ സ്വഭാവത്തിനും അവസ്ഥകൾക്കും മാത്രമായി പരിമിതപ്പെടുത്തണം. അഞ്ചാമതായി, സീരിയൽ കൊലപാതകയുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാലും ഒരുപക്ഷെ കൊലപാതകയെ പിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കുറ്റവാളിയെ തിരിച്ചറിയുന്ന സമയത്ത് കുറ്റവാളിയുടെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയാനായി ആദ്യം ശ്രമിക്കുന്നത് അന്വേഷണത്തെ താളം തെറ്റിക്കുന്നതിന് കാരണമാകാം. ഒരു സീരിയൽ കൊലപാതകയുടെ പ്രചോദനത്തെ ഇരയ്ക്ക് ഏൽക്കുന്ന പരിക്കുകളുടെ നിലവാരവുമായി സാക്ഷ്യപ്പെടുത്തരുത്. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ പരിഗണിക്കാതെ മിക്ക സീരിയൽ കില്ലർമാരും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊലപാതകം ചെയ്യുന്നത്. കഠിനമായ മാനസിക രോഗമുള്ള ചുരുക്കം ചിലരാണ് ഇതിനൊരു അപവാദമായി നിൽക്കുന്നത്.